ഷാനവാസും അനീഷും തമ്മിൽ ലൈവിൽ നല്ല രീതിയിൽ വഴക്ക് നടക്കുകയാണ്. കാരണം രാവിലെ എല്ലാവരും ടേബിളിൽ ഇരുന്നപ്പോഴത്തേക്കും ശാരികയും ശൈത്യയും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്ന് അത് നടന്നു കഴിഞ്ഞാൽ അവരത് ടേബിളിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവരങ്ങ് എണീറ്റ് പോയി. അപ്പം അനീഷും മുൻഷിയും ഷാനവാസും മാത്രമായി. അപ്പം അനീഷ് പറഞ്ഞ് ഈ അവരുടെ ആ ഒരു പ്രശ്നം തമാശ രീതിയിൽ തുടങ്ങി അത് സീരിയസ് ആയി, നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അനീഷ് പറഞ്ഞു. ഉടനെ ഷാനവാസ് പറഞ്ഞു, നീയല്ലേ ഇടപെട്ടത്, നീ ഇപ്പോൾ ഇടപെട്ടതല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? കാരണം അനീഷ് അപ്പം ശാരികയോട് പറഞ്ഞ് ശാരികയും ശൈത്യയും വഴക്കിട്ടപ്പം എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്, നിങ്ങൾ മിണ്ടാതിരുന്നൂടെ എന്ന് പറഞ്ഞപ്പം ശാരിക പറഞ്ഞു, ഇയാളവിടെ മിണ്ടാതിരിയോടോ, ഇയാളോട് ചോദിച്ചില്ലല്ലോ. അപ്പം അനീഷ് പിന്നൊന്നും പറഞ്ഞില്ല. ആ അനീഷാണ് ഇപ്പം ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞത്. അപ്പോൾ അത് ഷാനവാസ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് അമ്മ അതിൽ കയറി പിടിച്ചു, നീ പറഞ്ഞതല്ലേ, പറഞ്ഞിട്ട് എന്തിനാ നീ ഇല്ലെന്ന് പറയുന്നത്, നമ്മളതിൽ പിന്നെ ഇടപെടണ്ടെന്നൊക്കെ നീ പറയുന്നത്, ഞങ്ങളാരും ഇടപെട്ടില്ലല്ലോ, നീ മാത്രം പറഞ്ഞ് അവരുടെ നിന്ന് നിനക്ക് കിട്ടുകയും ചെയ്ത്, എന്നിട്ട് നീ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്തിനാ? അപ്പം മുൻഷിയെടുത്ത് പറഞ്ഞു, ഇതൊക്കെ ഇവൻ്റെ നമ്പരാണെന്ന്, ഇവൻ ഭയങ്കര പ്ലാനിങ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസേ, എനിക്ക് ഇങ്ങനൊന്നും പറയുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനൊന്നും കേൾക്കുന്ന ഷാനവാസ് ഇഷ്ടമല്ല, നിർത്തമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, നിനക്കെല്ലാം പറയാമല്ലേ, ഇവിടെ ഇവൻ ഗെയിം കളിക്കുകയാണ്, ഇവൻ സ്ട്രാറ്റജി ഇറക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചോദിക്കും, എന്ത് ഗെയിം, എന്ത് സ്ട്രാറ്റജി, എനിക്കറിയത്തില്ലെന്ന് പറയും. എന്നാൽ ഏറ്റവും കൂടുതൽ അത് അറിയാവുന്നതും അത് ചെയ്യുന്നതും ഇവനാണ്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് 2-3 കാര്യം ചോദിക്കട്ടെ, നീ അതിന് ആൻസർ പറയുക. നീ എപ്പോഴും പറയുമല്ലോ, ഈ ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകാൻ പേടിയാണ്, ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗെയിം ഒരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് നമുക്ക് തന്നതാണ്, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയാണ് നിങ്ങളെല്ലാവരും കോൾ ചെയ്യുന്നത്, അപ്പം നീ പറഞ്ഞത് നിൻ്റെ അനിയനെ വിളിക്കും, എന്നിട്ട് നാട്ടിലോട്ട് പോകാൻ പറ്റുമോ, ഞാൻ നാട്ടിലോട്ട് വരട്ടെ എന്ന് ചോദിക്കൂ എന്നാണ് നീ പറഞ്ഞത്. അപ്പം നീ നാട്ടിൽ പോകാതിരിക്കാൻ എന്ത് കാര്യമാണ് നീ ചെയ്തിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ ഞാനായിട്ടാണ് ഗെയിം കളിച്ചത്, ഒരുപാട് തെറ്റ് ഇതൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഗെയിം കളിക്കാൻ വന്നതല്ലേ, അത് നാട്ടുകാർക്ക് അറിയത്തില്ലേ, നാട്ടുകാർ പൊട്ടന്മാരാണോ എന്നും ചോദിച്ച് ഷാനവാസ് അനീഷുമായിട്ടങ്ങ് ഇതാവുകയാണ്. നീ പറയുന്ന പറയുമ്പോൾ അനീഷ് പറഞ്ഞു, എൻ്റെ നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നാട്ടുകാർക്കറിയാം, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഷാനവാസ് പറഞ്ഞു, അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല, ഇതൊന്നും ഒരു കാരണമല്ല എന്നും പറഞ്ഞ് അതിനെ ചൊല്ലി ഭയങ്കര വഴക്ക് നടക്കുകയാണ്. നീ ഭയങ്കര ഉഡായിപ്പാണ് എന്നൊക്കെ ഷാനവാസ് പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് നീ എനിക്ക് ശരിയായ ആൻസർ തന്നില്ല, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ടേബിളിൽ നിന്ന് ഷാനവാസ് എണീറ്റ് പോകുന്നതാണ് കാണുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.